അത് ഇമാമാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഖത്തീബാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദരാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ചരിത്രമറിയുമല്ലോ, അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചരിത്രമറിയുമല്ലോ. അയ്യൂബ് നബിയുടെ മുന്നിൽ ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, അയ്യൂബ് നബിയെ, നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിൽ പിടിച്ചു, അതുകൊണ്ട് അവരുടെ മുടി മുറിച്ചെടുത്തു. പടച്ചവനെ, ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യൂബ് നബിയോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യ അതാ നിങ്ങളെ വഞ്ചിച്ചു, അതിന്റെ പേരിൽ അവരുടെ മുടി മുറിച്ചു. അല്ലാഹുവേ, അയ്യൂബ് നബിയോട് ഇബ്ലീസ് വന്ന് പറയുകയാണ്, അതാ അയ്യൂബ് നബിയുടെ ഭാര്യ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടത്തെ മുടി കാണുന്നില്ല. ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് കേട്ടത് സത്യമാണോ? അവസാനം അയ്യൂബ് നബി അവിടെ നിന്ന് ചോദിച്ചു, എന്തു പറ്റി? അപ്പോഴാണ് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്നത്. തന്റെ ഭാര്യ തെറ്റുകാരിയല്ല എന്ന് മനസ്സിലായപ്പോ അയ്യൂബ് നബി പറയുന്നു, പെണ്ണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ പെണ്ണേ. അല്ലാഹുവേ, ഒരു പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചടോ. പാടുള്ള ആണുങ്ങളോട് പറയുകയാ, തെറ്റുപറ്റിയാ തിരുത്തണേ, പിഴവ് പറ്റിയാ പൊരുത്തം ചോദിക്കണേ. അല്ലാഹുവേ, നിർത്തുകയാണ് പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ തന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിന് അവിടെ നിന്ന് രോഗം വരുന്നത്. പ്രവാചകന് രോഗം കൂടുകയാണ്, നിബിതങ്ങൾക്ക് രോഗം കൂടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അലിയാര് തങ്ങളെന്ന ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു, അലിയേ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, ഞാനൊന്ന് പോകട്ടെ അലിയേ. അലിയാര് തങ്ങളോട് ഫാത്തിമ ചോദിക്കുകയാ, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, ഞാനൊന്ന് പോയി നിൽക്കട്ടെ, എന്റെ ഉപ്പാന്റെ അടുക്കൽ പോയിട്ടൊന്ന് ഖിദ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, അലിയാര് തങ്ങൾ അനുവാദം കൊടുത്തിട്ടാണ് ഫാത്തിമ പോയത്. വഴിപാട് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, ഭർത്താവിന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ പുറത്തു പോകുന്നത്? നിനക്കതിന്റെ ആവശ്യമില്ലല്ലോ. വഴിപാട് കവലയിൽ ചെന്ന് നിന്നിട്ട് വിളിക്ക്, ഞാനിവിടെയുണ്ട്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ പുറത്തിറങ്ങല്ലേ, തിരിച്ചു വരുന്നത് വരെ ശാപമാ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം കിട്ടും പെങ്ങള്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇറങ്ങരുത്. എത്ര വലിയ കോടീശ്വരിയാണെങ്കിലും ഇറങ്ങരുത്. നിനക്ക് ചരിത്രമറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അതാ ഒരു പെണ്ണൊരാളെ പറഞ്ഞു വിടുകയാ, ഒരു സംശയം ചോദിക്കാൻ. എന്ത് സംശയമെന്നറിയോ? ഭർത്താവ് പറഞ്ഞു, ഇനി നീ പോകരുത്, നിന്റെ വീട്ടിലേക്ക് പോകരുത്, ഞാൻ വരുന്നത് വരെ ഈ വീടിന്റെ പുറത്ത് നീ ഇറങ്ങരുത്, നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല. അച്ഛന് സാധാരണ അങ്ങനെയാണ്. ഭർത്താക്കന്മാർക്ക് ദേഷ്യം വന്നാ ആദ്യം പറയും, നീ നിന്റെ വീട്ടിൽ പോകരുത്. ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, അച്ഛനെ അതാ ജനങ്ങളെ വന്നിട്ട് പറഞ്ഞു, പെണ്ണേ, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, കാണാൻ വരാറ്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ പെണ്ണ് നബിതങ്ങളോട് സംശയം ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് പറഞ്ഞു വീടിന് പുറത്തിറങ്ങരുത്, വീടിന് പുറത്തിറങ്ങരുതെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഞാൻ കാണാൻ പോകട്ടെ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് പറഞ്ഞത് നീ അനുസരിക്ക്. വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഭർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നു, നീ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കല നല്ലത്. കുറച്ചു ദിവസം കഴിഞ്ഞു, ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കാൻ, മരിക്കാൻ പോവാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ. വാപ്പ മരിക്കാൻ കിടക്കുകയാ, കാണാൻ ആഗ്രഹമുണ്ട്, ഉപ്പാന് നീ വാ. അപ്പോഴും നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. കുറച്ചു കഴിഞ്ഞു, പെണ്ണെ, വാപ്പ മരിച്ചു, മയ്യത്ത് കൊണ്ടുപോവുകയാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ.
വാപ്പ മരിച്ചു, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉപ്പാനെ കാണാൻ പറ്റില്ല ദുനിയാവില്. അവസാനമായിട്ടൊന്ന് കാണണമെങ്കിൽ നീ വാ. അപ്പോഴും പെണ്ണ് നബിതങ്ങളോട് ചോദിച്ചു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, വാപ്പ പറയുന്നു, ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. ആ പെണ്ണ് പോയില്ലടോ, ആ പെണ്ണ് പോയില്ല. നമ്മുടെ ആമിന അവിടെ ചെന്നിട്ട് വിളിച്ചു പറയും, ഞാനിവിടെ എത്തിയത്. ഒരു പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ശപിക്കും. പോയതാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് വാപ്പാടെ മുമ്പിൽ ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോ വാപ്പ രോഗം പിടിച്ച് കിടക്കുകയാ. വാപ്പാടെ മരണസമയം അടുത്തു. നബിതങ്ങൾക്ക് രോഗം പിടിച്ച് കിടക്കുകയാ. കണ്ടപ്പോ തന്നെ നബിതങ്ങൾക്ക് സന്തോഷമായി. ഫാത്തിമ ബീബിയെ കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. ഉപ്പാന്റെ കയ്യും കാലും എല്ലാം തടകി കൊടുത്തു. എല്ലാരും മാറ്. ഫാത്തിമ ബീബി നബിതങ്ങളുടെ ചാരത്തിരുന്ന് കയ്യും കാലും ഒക്കെ തടകി കൊടുത്തിട്ട് ഉപ്പാന്റെ അടുത്ത് പോയിരുന്ന് കാലിന്റെ അടുത്തിരുന്ന് കരഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇഞ്ഞു വാ ഫാത്തിമ, അടുത്തു വാ. നബിതങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോളെ, വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ. വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ. എന്താ ഉപ്പ? മോളെ, ഉപ്പ എന്റെ മരണം അടുത്തു. വാപ്പ തന്റെ മകളോട് പറഞ്ഞു കൊടുക്ക, എന്റെ മരണം അടുത്തു ഫാത്തിമ. കാരണം എല്ലാ വർഷവും ഒരു ഖത്ത് ഞാൻ ഓതി കേൾപ്പിക്കാറുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ഈ പ്രാവശ്യം 2 വട്ടം നിർബന്ധിച്ച് ഓതിപ്പിച്ചു. അപ്പൊ അടുത്ത റമദാനിന് ഞാൻ ഉണ്ടാകുമെന്നില്ല, എന്റെ മരണം അടുത്തു മോളെ. ഇത് പറയുന്നതും ഫാത്തിമ കരയുകയാ. ഇത് പറഞ്ഞ ഉടനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, കരച്ചിൽ തുടങ്ങി. ഉപ്പാന്റെ കാലിനടുക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഫാത്തിമ. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും വിളിച്ചു, ഇങ്ങ വാ മോളെ, ഇങ്ങ വാ. അടുത്ത് ചെന്നു ബാപ്പ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ഞാൻ പോയ എന്റെ തൊട്ടു പുറകിൽ നീയും മരിക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ എന്ന മകളോട് പറഞ്ഞു കൊടുക്ക, ഞാൻ മരിച്ച നീ എന്റെ കൂടെയുണ്ട് ഫാത്തിമ. ഫാത്തിമ ഉപ്പാനോട് ചോദിച്ച ചോദ്യം എന്താ? ഉപ്പ നിങ്ങൾ പോയാ ഞാൻ ആരാ? ഉപ്പ എന്റെ ഉമ്മ പോയി, ഉപ്പ നിങ്ങളും പോയാ എനിക്ക് ആരാ ഉള്ളേ? ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ? അങ്ങനെ സങ്കടപ്പെടുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാ. ഒരൊറ്റ ചിരിയ സഹോദര. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നബിതങ്ങൾ പറഞ്ഞു, നീ മരിക്കും. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെടുന്നത് നീയാണ് ഫാത്തിമ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഫാത്തിമ ചിരിക്കുകയാണ്. മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു പേടിയുമില്ലാതെ ചിരിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ധൈര്യമുണ്ടോ മോളെ? നിരന്നിരിക്കുന്ന ആണുങ്ങളോട് ചോദിക്കുകയാ, മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ? മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, പേടിയാടോ? എപ്പോഴെവിടെ വെച്ച് വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. ഈ വാക്ക് പറയുന്ന ഞാന് നാളെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിനുണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ സഹോദരാ? എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഈ പായിപ്പാട് പള്ളിയുടെ ചാരത്തിരിക്കുന്നവരോട് പറയുകയാ, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വർഗമല്ല ചോദിക്കുന്നത്, നരകമോചനമല്ല ചോദിക്കുന്നത്, സമ്പത്തല്ല ചോദിക്കുന്നത്. ഈ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? ഞാനിവിടെ നിൽക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കെട്ട് കണ്ടടോ? ഒരു 5 വയസ്സുള്ള ഒരു ചെറിയ മകളുടെ കയ്യിൽ ഒരു കെട്ട് കണ്ടോ? ഉമ്മയുമുണ്ട്, ആ കുട്ടിയുമുണ്ട്, ഒരു സഹോദരനുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, മജ്ജ മാറ്റി വെക്കാ പറഞ്ഞിരിക്കുകയാ. ലക്ഷക്കണക്കിന് രൂപ വേണം ഉസ്താദേ. എന്നെ പായിപ്പാട് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് ആ മിമ്പറിന്റെ ചാരത്തൊരു പൊന്നുമോള് നിൽക്കുന്നത് കണ്ട് കാണാനെന്ത് സൗന്ദര്യമെന്നറിയോ? ആ പൊന്നുമോളുടെ മുഖത്ത് എന്തൊരു സൗന്ദര്യമാ, എന്തൊരു
ഭംഗിയാ. ആ കുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ബോധുന്ന മിമ്പറും പിടിച്ചിട്ട് ആ പൊന്നുമോള് നിന്നപ്പോ അടുത്ത് നിന്നപ്പോഴാ പറയുന്നത്, ഉസ്താദേ നടക്കാൻ പറ്റില്ല ഉസ്താദേ, എന്റെ പൊന്നുമോക്ക് നടക്കാൻ പറ്റില്ല. എടോ ഇതുപോലെ എത്ര പേരെ കാണുന്നവരാണ്. ഇന്ന് സംഘാടകർ ബക്കറ്റുമായിട്ട് മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടതെന്തെന്നറിയോ? അല്ലാഹുവോട് പറയേണ്ടതെന്തെന്നറിയോ? ഇതുപോലെ പള്ളിയുടെ മുമ്പിൽ വെള്ളിയാഴ്ച വന്നിരുന്ന് യാചിക്കേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാൻ എനിക്ക് വയ്യ പടച്ചവര്. അങ്ങനെ ഒരു ഗതി വരുത്തല്ല തമ്പുരാന്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നവരല്ലേ സഹോദരാ. പടച്ചവനെ രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീഡിയോ എടുക്കുകയാണ്. രോഗം പിടിച്ചു കിടക്കുന്ന ഭർത്താവ്, രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പ, ആ രോഗികളുടെ ചാരത്ത് നിന്നിട്ടും മക്കള് കരയുകയാ. എന്റെ ഉപ്പാനെ സഹായിക്കണേ, എന്റെ ഉപ്പാനെ സഹായിക്കണേ, ഒന്ന് ഷെയർ ചെയ്യണേ. മോനെ നിനക്കും വീടുണ്ടല്ലോ, അന്ന് വിചാരിച്ച അങ്ങനെ ഒരു വീഡിയോ നിന്റെ വീടിനകത്ത് എടുക്കാമല്ലോ. ഈ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് പിരിവെടുക്കുന്നവരെ കണ്ടിട്ടില്ല. ഇന്ന് ബക്കറ്റ് നിന്റെ മുമ്പിൽ വരികയാ. അല്ലാഹുവോട് പറയണം, അല്ലാഹുവോട് പറയണം, പടച്ചവനെ മരിക്കുന്ന കാലം വരെ എന്റെ കൈ ഒരാളുടെ മുമ്പിലും നീട്ടേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടെടുക്കണോ. എന്തേ സഹോദരാ നമുക്ക് സംഭവിച്ചത്? പടച്ചവനെ വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോ അല്ലാഹുവേ ബക്കറ്റിനകത്ത് പൈസ ഇടാൻ മടിയില്ലാത്തവര് എന്തേ വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല അവസരം തന്നിട്ട് ഇടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? അതുകൊണ്ട് ഒരാളും ഇന്നിവിടെ ഇരുന്ന് മിണ്ടാതെ ഇരിക്കരുത്. എല്ലാവരും അവരുടെ പോക്കറ്റിലേക്ക് കൈയിട്. അന്ന് തന്നതിൽ നിന്നൊരു വിഹിതമെടുക്ക്. ഒരു നല്ല സദഖ കിടക്കണോ. മനസ്സറിഞ്ഞിട്ട് പറയണോ. വടി പോലെ നടക്കുന്ന നിന്നെ ഒറ്റ കടപ്പിൽ കടത്താൻ അല്ലാഹുവിന് കഴിയുമല്ലോ. അങ്ങനെ നടന്ന പലരും പള്ളിപ്പറമ്പിലെത്തിയില്ല, പലരും കടന്നു പോയില്ല. ഒരു രോഗവുമില്ലാത്തവർ വീണ് മരിച്ചു പോയില്ല. ശരീരം തളർന്നു കിടക്കുന്നവരില്ല, ക്യാൻസർ രോഗികളില്ല, മാരകമായ രോഗമുള്ളവരില്ല. അതുകൊണ്ട് സഹോദരാ ബക്കറ്റുമായിട്ട് വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടെടുത്തോ, മനസ്സറിഞ്ഞുകൊണ്ടെടുത്തോ. അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷികളാ, അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷികളാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക് നാഥാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചവനെ മരിക്കണ കാലം വരെ ഒരാളുടെ മുൻപിലും കൈ നീട്ടരുത്. ഒന്ന് പോക്കറ്റ് കൈയിട്ട് ഇട് ചങ്ങായിമാരെ, പൈസ എടുക്കണ്ട, ഒന്ന് കൈയിട്, ഒന്ന് കൈയിട്. അല്ലാഹുവേ ഈ പോക്കറ്റ് കൈയിടുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഇടടോ ചങ്ങാതി, പൈസ എടുക്കണ്ട. ബക്കറ്റുമായിട്ട് പോകുന്നവർ സ്പീഡ് കുറയ്ക്കുക, ബക്കറ്റുമായിട്ട് പോകുന്നവർ സ്പീഡ് കുറയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ളതിലൊരു സദഖ ഒക്കെ അൽഹംദുലില്ലാ. 3 സ്വലാത്ത് സല്ലല്ലാഹു അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അതുകൊണ്ട് 12 മണിയായി നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയോട് പറഞ്ഞു, മോളെ അടുത്തത് നീയാ, അടുത്തത് നീയാ. പറഞ്ഞത് സത്യമായിരുന്നു പെങ്ങളെ, പറഞ്ഞത് സത്യമായിരുന്നു പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞത് സത്യമായിരുന്നു. പടച്ചവനെ
ഫാത്തിമ ബീവിക്ക് 29 വയസ്സായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സായി. തന്റെ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. 29ാമത്തെ വയസ്സിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി പോകാ സമയമായെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വാപ്പ പറഞ്ഞത് സത്യമാമോളെ. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ പറഞ്ഞത് കള്ളമായിരുന്നില്ല. അപ്പാ, നിങ്ങൾ എന്റെ ഉമ്മ പോയി, എന്റെ ഉമ്മ പോയി, നിങ്ങളും പോയാൽ എനിക്കാരാ വാപ്പാ? നിങ്ങളും പോയാൽ ഈ ഫാത്തിമയ്ക്കാരാവുള്ളത്? അലിയാർ തങ്ങളെന്ന ഭർത്താവുണ്ട്, ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന മക്കളുണ്ട്. എന്നിട്ടും അവിടെ നിന്ന് പറയുകയാ, വാപ്പാ നിങ്ങൾ പോയാൽ എനിക്കാരാ ഉപ്പാ? പായിപ്പാടുള്ള പെങ്ങളെ, വാപ്പാനെ സ്നേഹിക്കണം പെങ്ങളെ. ഞാൻ പറയുന്നത് വാപ്പയെ സ്നേഹിക്കണം പെങ്ങളെ. പായിപ്പാടുള്ള പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ വാപ്പയാടോ? നിന്റെ ശരീരത്തിട്ടിരിക്കുന്ന സ്വർണം നിന്റെ ഭർത്താവ് വാങ്ങിത്തന്നതല്ല, നിന്റെ വാപ്പ വാങ്ങിത്തന്നതല്ലേ? ആദ്യമായിട്ട് വാങ്ങിത്തന്ന സ്വർണമല്ലേ? നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നത് വാപ്പയല്ലേ? വാപ്പാനെ സ്നേഹിക്കണം പെണ്ണുമോളെ. അലിയാര് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? 29 വയസ്സുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഒരു ദിവസം കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. കുളിച്ചൊരുങ്ങിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അലിയാര് തങ്ങളുടെ ചാരത്ത് പോയിരുന്നു. 29 വയസ്സുള്ള പെങ്ങന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 29 വയസ്സുള്ള നിന്റെ മകളുടെ പ്രായമേ ഫാത്തിമയ്ക്കുള്ളൂ. ആ ഫാത്തിമ എന്ന പെണ്ണ് അല്ലാഹുവേ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോ കഴിക്കാ ഭക്ഷണം കൊടുത്ത് അവസാനം ഭർത്താവിന്റെ മടിയിലെ തല വെച്ചിട്ട് ഫാത്തിമ ബീവി ചോദിക്കുന്നു, അലിയേ എനിക്ക് പൊരുത്തം തരുമോ അലിയേ? എനിക്ക് പൊരുത്തം തരുമോ അലിയേ? ഞാൻ പോകുകയാണ് അലിയേ. എന്റെ മരണമടുത്തു അലിയേ, എന്റെ മരണമടുത്തു അലിയേ. 29 വയസ്സുകാരിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ മരണത്തിന്റെ വേളയിൽ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ. ഇതെവിടെ നിന്നാ പഠിച്ചതെന്നറിയോ? എവിടെ നിന്നാണ് പഠിച്ചതെന്നറിയോ? 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ, 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പാടെ മടിത്തട്ടിൽ കിടന്നിട്ടും പൊരുത്തം ചോദിച്ചത് കണ്ടു വളർന്നവളാ. തന്റെ 15ാമത്തെ വയസ്സില് അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നിട്ട് ഖദീജ എന്ന പ്രിയപ്പെട്ട ഉമ്മ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് പൊരുത്തം തരണേ നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഉമ്മ ഉപ്പാനോട് പൊരുത്തം ചോദിച്ചിട്ട് മരിച്ചത് കണ്ടവളാ. ഉപ്പായോട് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മ മരിക്കുന്നത് കണ്ടവളാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. തന്റെ വാപ്പ 63ാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയായ ആയിഷ ബീബിയുടെ നെഞ്ചത്ത് ചാരിക്കിടന്നിട്ട് വാപ്പ പൊരുത്തം ചോദിക്കുന്നത് കണ്ടു വളർന്നവളാ ഫാത്തിമ. ഉമ്മ ചൊരുത്തം ചോദിക്കുന്നതും കണ്ടു, വാപ്പ ഭാര്യയോട് പൊരുത്തം ചോദിക്കുന്നതും ഈ ഫാത്തിമ കണ്ടു. ആ ഫാത്തിമയാണ് 29ാമത്തെ വയസ്സിൽ തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ചോദിക്കുന്നു, അലിയേ എന്റെ മരണമടുത്തു വലിയേ, എന്റെ മരണമടുത്തു വലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. ഫാത്തിമ ബീബി ഹസനെയും ഹുസനെയും വിളിച്ചു, തന്റെ പൊന്നാര മക്കളെ വിളിച്ചു, കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളെ തല്ലല്ലേ, എന്റെ പൊന്നാര മക്കളെ തല്ലല്ലേ, എന്റെ ഹസനെയും ഹുസൈനെയും പൊന്നുപോലെ നോക്കണേ അലിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ പറഞ്ഞ വാക്ക്,
അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന പൊന്നുമോളെ പിടിച്ചു കൊടുത്തിട്ട് ഉമ്മ ഉപ്പാനോട് പറഞ്ഞു, എന്റെ മോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണം. ഇതുപോലെ ആയിഷ ഖദീജ ബീവി അവിടെന്ന് പറഞ്ഞിട്ട് മരിച്ചപ്പോ ഫാത്തിമ ബീവി തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, എന്റെ പൊന്നുമക്കളെ നോക്കണേ, എന്റെ കുറവർക്ക് വരരുത്, ഒരു ഉമ്മയുടെ കുറവർക്ക് വരരുത്, എന്റെ പൊന്നുമക്കളെ തല്ലരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊരുത്തം ചോദിക്കുകയാ. തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു, തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പായിപ്പാട് പള്ളിയിൽ വന്ന പെങ്ങളെ, സങ്കടമുണ്ട് പെങ്ങന്മാരെ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാർ തങ്ങളോട് പറയുകയാണ്, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അലിയാര് തങ്ങളോട് പറയുന്നു, എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിയുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ ജനാസ ചുമക്കുന്നത് ആണുങ്ങളാണ്, എന്റെ ജനാസ ഖബറിൽ ഇറക്കുന്നതും ആണുങ്ങളാണ്. 3 കഷ്ടം വെള്ള തുണിയിൽ വരിഞ്ഞു കെട്ടിയിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് പകലാണെങ്കിൽ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്, അത് മരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പായിപ്പാടോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോയി ഫർദ എടുക്കും. ഇട്ടു നോക്കിയിട്ടാണ് ഫർദ എടുക്കുന്നത്, എല്ലാ പെണ്ണുങ്ങളും ഇട്ടു നോക്കിയിട്ടാണ് എടുക്കുന്നത് എന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഇട്ട് നോക്കി കൊണ്ടുവന്ന ഫർദയുടെ സൈഡ് എടുത്ത് അടിച്ച് ടൈറ്റാക്കുന്ന പെണ്ണേ, പായിപ്പാടുള്ള സഹോദരിമാരോട് ഇമാമല്ലേ പറയണമല്ലോ, ഇമാമല്ലേ പറയണമല്ലോ. പറഞ്ഞില്ലെങ്കിൽ അല്ല എന്നെ വെറുതെ വിടില്ലല്ലോ. ഇഷ്ടപ്പെട്ട ആരുമില്ലെങ്കിലും പറയും, പെങ്ങള് ഈ പള്ളിക്കകത്ത് കേറാൻ മുസ്ലിമീങ്ങളായി എത്രയോ പെണ്ണുങ്ങൾ വന്നല്ലോ, എത്രയോ പെണ്ണുങ്ങൾ ഈ പള്ളിക്കകത്ത് കേറിയല്ലോ. പലരും കേറിയപ്പോ തലമറച്ചുകൊണ്ട് കേറിയപ്പോ കേൾക്കാമെന്ന ഉമ്മ പള്ളിക്കകത്ത് കയറിയിട്ട് പോലും തലമറക്കാതെ നടക്കുന്ന മുസ്ലിം പെണ്ണ്, എങ്ങനാ മോളെ, എങ്ങനാ മോളെ? ഫോട്ടോയെടുത്തതിനെ കുറ്റം പറയുന്നില്ല, ഉസ്താദന്മാര് നടക്കുന്നില്ല, പ്രായമുള്ളവര് നടക്കുന്നില്ല, എത്രയോ പേര് നടക്കുന്നില്ല. നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ പോലും തലമറച്ചുകൊണ്ട് കേറിയില്ലേ? ഇതിനകത്ത് കേറിയിട്ട് പോലും നിനക്കതനില്ല, മനസ്സില്ലാതെ പോയല്ലോ. നിങ്ങളുടെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കുതിക്കുമ്പോ ഇന്നത്തെ 29 വയസ്സുകാരി റീൽസ് ഇടുന്ന കാലമാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുണ്ടല്ലോ, ആ 29 വയസ്സുകാരി പഠിച്ചവരെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ച് എങ്ങനെയാണ് കബറടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. കുളിച്ചൊരുങ്ങി കഫം തുണിയുമെടുത്തിട്ട് മുഖത്തേക്കിട്ടിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർന്നു മക്കളെ. 29ാമത്തെ വയസ്സില് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല യാത്രയാകുകയാണ്. കൊണ്ടുപോയടോ കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ഇന്നും പോയാ കാണാമല്ലോ, ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കി. എന്നിട്ട് വീട്ടിലേക്ക് വന്നു. രാത്രിയായപ്പോ സുബ്ഹാനല്ലാഹ്,
അലിയാര് തങ്ങളുടെ മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാ. തന്റെ പൊന്നാര മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാണ്. തന്റെ മക്കൾ ഉറങ്ങിയപ്പോ ഒരു ദിവസമേ ആയുള്ളൂ. ഇന്നലെ രാത്രി ഫാത്തിമ കൂടെയുണ്ട്, ഇന്നത്തെ രാത്രി ഫാത്തിമ കൂടെയില്ല. ഒറ്റ രാത്രിയേ ആയുള്ളൂ. അലിയാര് തങ്ങൾക്ക് സങ്കടമായി. ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല, ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല. അലിയാര് തങ്ങൾ രാത്രിയിൽ പോകുകയാണ്. ജന്നത്തുൽ ബഖീയിൽ ചെന്നു. തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ചെന്നു. അലിയാര് തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ. അവിടെ ഫാത്തിമയോട് സലാം പറയുകയാ. ജന്നത്തുൽ ബഖീയിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ചെന്ന് അവിടെ സലാം പറഞ്ഞു. മടക്കുന്നില്ല. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ പിണങ്ങിയോ? ഫാത്തിമ എന്നോട് പിണങ്ങിയോ? ഫാത്തിമ എന്തേ സലാം അടക്കാത്തത്? പിണങ്ങല്ലേ ഫാത്തിമ? രണ്ടാമതും സലാം പറഞ്ഞു. ഫാത്തിമ സലാം അടക്കുന്നില്ല. പടച്ചവനെ, അലിയാര് തങ്ങൾ പിണങ്ങി മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ട് കിടക്കുമ്പോ അടുത്ത് കിടന്നിട്ട് പിണങ്ങല്ലേ പിണങ്ങിക്കിടക്കുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ വിളിക്കുന്നത് പോലെ മരിച്ച് കബറടക്കിയിട്ട് ഒന്നാമത്തെ രാത്രിയിൽ കബറിന്റെ അടുക്ക പോയി നിന്നിട്ട് പറയുന്നു, പിണങ്ങല്ലേ ഫാത്തിമ, സലാം അടക്കു ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. രണ്ടാമതും സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. അലിയാര് തങ്ങൾ കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് കബറിനോട് പറയുന്നു, കബറ് എന്റെ ഫാത്തിമയോട് പറ, എന്റെ ഫാത്തിമയോട് പറ പിണങ്ങരുതെന്ന്. സലാം പറയാൻ, എന്റെ സലാം അടക്കാൻ പറയുന്നു. മരിച്ചുപോയ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്നിരുന്ന അലിയാര് തങ്ങൾ പറയുമ്പോ, എന്തൊരു ജീവിതമായിരുന്നടോ. പണമില്ലായിരുന്നു, കൊട്ടാരമില്ലായിരുന്നു, സുഖാഡംബരങ്ങളില്ലായിരുന്നു, പരസ്പരം സ്നേഹമുണ്ടായിരുന്നു പെങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ആരായിരുന്നെന്നറിയോ? അലിയാര് തങ്ങൾ നബിതങ്ങൾ വഫാത്തായപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ നബിതങ്ങൾ പോയപ്പോ എനിക്ക് രണ്ട് നഷ്ടമാവുണ്ടായത്. എന്റെ നബിതങ്ങൾ വഫാത്തായപ്പോ എനിക്ക് രണ്ട് നഷ്ടമാവുണ്ടായത്. പായിപ്പാട് വാഴ കേൾക്കാമെന്ന പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ഭർത്താവ് പറയുകയാ, നബിതങ്ങൾ മരിച്ചപ്പോ അള്ളാന്റെ റസൂല് വഫാത്തായപ്പോ എനിക്ക് രണ്ട് നഷ്ടമുണ്ടായി. എനിക്ക് രണ്ട് നഷ്ടമാണ് ഉണ്ടായത്. ഒന്ന്, എന്റെ നബിതങ്ങൾ വഫാത്തായല്ലോ, അള്ളാന്റെ റസൂൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. നബിതങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ. നബിതങ്ങൾ നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, നബിതങ്ങൾ പോയതോടൊപ്പം എന്റെ ഫാത്തിമയും പോയടോ. നബിതങ്ങൾ പോയതിനോടൊപ്പം എന്റെ ഫാത്തിമയും പോയി. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഏതും മോളോടോ. അതല്ലേ സ്നേഹം, അതിനല്ലേ സ്നേഹമെന്ന് പറയാ. കരളിന്റെ കഷ്ടമെന്ന് പറഞ്ഞ അങ്ങനല്ലേ. നബിതങ്ങൾ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ലടോ. അലിയാര് തങ്ങൾ പറയാ, ഞാൻ ഒരുപാട് തമാശ പറഞ്ഞു നോക്കി,
എന്റെ ഫാത്തിമാനെ ഒന്ന് ചിരിപ്പിക്കാൻ, എന്റെ ഫാത്തിമയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാക്കാൻ ഞാനും എന്റെ മക്കളും ഒരുപാട് കഷ്ടപ്പെട്ടു. മരിക്കുന്നത് വരെ എന്റെ ഫാത്തിമ ചിരിച്ചില്ല. മരിക്കുന്ന കാലം വരെ എന്റെ ഫാത്തിമ ചിരിച്ചില്ലടോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല പറയാ, നബി പോയപ്പോ നബിതങ്ങളും പോയി, എന്റെ ഭാര്യ രണ്ടുപേരും പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നബിതങ്ങളോട് ആ മകൾക്കുണ്ടായിരുന്ന സ്നേഹം. ആ നബിതങ്ങളോടുള്ള മകളുടെ സ്നേഹം അത്ര വലുതായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരിന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാണ് നാളെ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകേണ്ടത്. ആ സ്വർഗത്തിൽ പോകുന്നത് പോയിട്ട്, ആ സ്വർഗം അല്ലാഹുവോട് താ എന്ന് ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന, അതൊന്ന് ശ്വസിക്കാനുള്ള അർഹതയെങ്കിലും എനിക്ക് നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എന്ത് ചെയ്യുക? മഹദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കുക, അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക. ആ ഫാത്തിമയെ നിങ്ങൾ സ്നേഹിച്ച നബിതങ്ങളെ സ്നേഹിച്ചവരെ പോലെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്, അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയുടെ പണിയെല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് നാളെ നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നടത്തുമ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ടോ? നിങ്ങൾ അറിയേണ്ട ചില കാര്യമുണ്ട്. നാളെ വൈകുന്നേരം നമ്മളൊക്കെ സ്വപ്നത്തോടെ, നമ്മളൊക്കെ വലിയ സന്തോഷത്തോടെ ഈ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കയറുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില ആൾക്കാരുണ്ട്. ഈ പള്ളി പണിതവരെ, ഈ പള്ളി പണിത ചില ആൾക്കാരുണ്ടോ? ശമ്പളം പോലും കിട്ടാതെ നടക്കുന്ന ഒരുപാട് പണിക്കാരുണ്ടോ? ആ ജോലി ചെയ്തവന് കൂലി കൊടുക്കണം. ജോലി ചെയ്തവന് കൂലി കൊടുക്കാതെ എന്തടോ? അതുകൊണ്ട് നാളെ ഈ പള്ളിക്കകത്ത് കയറി നിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഈ പള്ളി പണിത് നിന്ന മനുഷ്യന് കൊടുക്കാനുള്ള പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അതിന്റെ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കണം. ഞാൻ ഓരോ ഉസ്താദന്മാരും ഇവിടെ ഇരുന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇരുത്തം കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്. എന്തു പറ്റി പടച്ചവനെ, എന്തു പറ്റി? ഓരോ ഉസ്താദന്മാരും ചോദിക്കുന്നു, എന്തെങ്കിലും താ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഞാൻ തന്നില്ലേ ഉസ്താദെ, ഞാൻ കൊടുത്തില്ലേ ഉസ്താദെ, എന്നിട്ട് നിനക്ക് കുറഞ്ഞോ വാപ്പ? ഞാൻ ചോദിക്കുന്നത്, ഈ പള്ളിക്ക് 1,57,00,000 കൊടുത്ത റാസി അണ്ണൻ എന്തെങ്കിലും കുറഞ്ഞോ സഹോദര? കൂടിയതല്ലേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, താഴെ വെച്ച് ഇന്ന് ഹിഫ്ള് മത്സരം നടത്തി. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അതിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും 3000 രൂപ വെച്ച് കൊടുക്കാനാണ്. ഈ കൊടുത്തത് കൊണ്ട് ആർക്കടോ കുറഞ്ഞത്? അല്ല വാരിക്കൂരി കൊടുത്തില്ലേ? പായിപ്പാട് പള്ളിയുടെ മിനാരത്തിന്റെ താഴെ ഇറങ്ങി നോക്കടോ, ഒരു മൈലാഞ്ചി ചെടി കാണുന്നില്ലേ സഹോദര? എന്തേ കാണാത്ത? 1 കോടി രൂപ കൊടുക്കാൻ പറഞ്ഞിട്ട് 1,57,00,000 കൊടുത്തു. അൽഹംദുലില്ലാഹ് നോക്കടോ താഴെ പോയിട്ട് ആ മൈലാഞ്ചി ചെടി പറഞ്ഞു തരുന്നില്ലേ നമ്മളോടൊരു ഉപദേശം? എത്രയോ പേര് ഈ പള്ളിയുടെ ചുറ്റുപാടും അടിയിലും കിടക്കുന്നു. സഹോദര, ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ ആകുണ്ടാവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്ക് നഷ്ടമില്ലല്ലോ. അള്ളാഹു ചോദിക്കുകയാ, എനിക്ക് ആരെങ്കിലും തരുമോ? എനിക്ക് ആരെങ്കിലും തരുവോ? നിങ്ങൾക്കറിയോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട്, ഒരു അറാബി വന്നിട്ട് ചോദിച്ചു, നബിയെ എന്തെങ്കിലും താ നബിയെ, എനിക്ക് എന്തെങ്കിലും താ നബിയെ. നബി തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു, മോള് കൊടുക്കും. തന്റെ പൊന്നാര വീട്ടില് ആയിഷ ബീവിയുടെ മുമ്പിൽ പറഞ്ഞു വിട്ടു, അവിടെ ഒന്നുമില്ല. നബി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ വീടിന്റെ മുമ്പിൽ ചെന്നു. ആ മനുഷ്യൻ ചെന്ന് ചോദിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിനകത്ത് കയറിയിട്ട് മുഴുവനും തെരഞ്ഞു നോക്കി. ഒന്നുമില്ല ഈ സാധുവിന് കൊടുക്കാൻ, ഒന്നുമില്ല ഫാത്തിമയുടെ കയ്യില്. പുറത്തിറങ്ങി. അപ്പോഴീ മനുഷ്യനോട് വന്നിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും താ ഫാത്തിമ. ഫാത്തിമ, നീ വരുന്നത് കണ്ട നിന്റെ ഉപ്പ വരുന്നത് പോലെ, നിന്റെ ഉപ്പയുടെ അതേ രൂപം തന്നെയാ ഫാത്തിമ നിനക്ക്. എനിക്ക് എന്തെങ്കിലും താ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിനകത്ത് പോയി, പടച്ചവനെ, തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വർണത്തിന്റെ ചെയിൻ എടുത്തു കൊടുത്തു. ഇതേ ഉള്ളൂ. വീടെല്ലാം തെരഞ്ഞു നോക്കിയിട്ട് അവസാനം കിട്ടിയതൊരു മാലയാ. ആ മാല എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുമ്പോ ഫാത്തിമ കരയുന്നുണ്ട്.
ആ മനുഷ്യൻ പോലും ചോദിച്ചു, എന്തേ ഫാത്തിമ കരയണേ? ഒന്നുമില്ല. ആ മാലയുമായിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, നബിയേ, നിങ്ങൾ പറഞ്ഞത് സത്യമാ. നിങ്ങളുടെ മോള് സ്വർഗത്തിന്റെ റാണിയാണ്, നിങ്ങളുടെ മകള് സ്വർഗത്തിന്റെ റാണി, നിങ്ങളുടെ മോള് തന്നെയാണ് നബിയെ. എന്തേ മനുഷ്യ? കയ്യിലിരുന്ന മാലയെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോൾ എനിക്ക് തന്നതാ നബിയെ. എന്നിട്ട് ആ മനുഷ്യൻ തന്നെ നബിതങ്ങളോട് പറയുന്നുണ്ട്, ഈ മാലയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് നബിയെ. ഇത് തന്നപ്പോ ഫാത്തിമ കരഞ്ഞു. അള്ളാന്റെ റസൂലിനോട് പറയാ, ഈ മാല തന്നപ്പോ എന്റെ ഫാത്തിമ കരഞ്ഞു നബിയെ. ഫാത്തിമയുടെ കണ്ണ് നനച്ചിട്ടാ ഇത് തന്നത്. നബിതങ്ങൾ ചോദിച്ചു, ഏതു മാലയാ? ഏതു മാലയാ? ആ മാല എടുത്തിട്ട് കാണിച്ചപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി. ആ മാല കണ്ടപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി. എല്ലാരും ചോദിച്ചു, എന്തേ നബിയെ കരയണേ? ഇതാരുടെ മാലയാണെന്ന്? എന്റെ ഖദീജയുടെ മാല, എന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ കഴുത്തിൽ കിടന്ന മാലയാ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നബിതങ്ങൾക്ക് സങ്കടം വന്നത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്ന സമയം തന്റെ പൊന്നുമോളുടെ കയ്യിൽ ആകെ കൊടുത്തത് ഈ മാലയാ. ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ കളയരുത്, ഇത് നീ കളയരുത്. നിനക്ക് വിഷമം വരുമ്പോ, എന്നെ ഓർമ്മ വരുമ്പോ ഇതെടുക്കണം. ഉമ്മാനെ ഓർമ്മ വരുന്ന സമയം ഈ മാല എടുത്തിട്ട് വേണം നീ ചുംബിക്കാൻ. എന്നും മരിക്കാൻ സമയത്ത് തന്റെ പൊന്നാരയുടെ മകളുടെ കയ്യിൽ കൊടുത്ത മാല. എടോ, ഇത് എത്രയോ ദിവസം ആ വീടിനകത്തുണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് മാറിടത്തിൽ നിന്ന് രക്തം വരുന്ന രീതിയിൽ പട്ടിണി കിടന്നപ്പോൾ ഇതെടുത്തിട്ടില്ല. തന്റെ മാറിടത്തിൽ നിന്ന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ പാല് വറ്റിയിട്ട് രക്തം വരുന്ന രീതിയിൽ കിടക്കുമ്പോഴും ഈ മാല വീടിനകത്തുണ്ട്. കാരണം അത് ഉമ്മ കൊടുത്ത മാലയായിരുന്നു. പക്ഷേ അവസാനം വന്ന മനുഷ്യൻ, അല്ലാഹുവേ, ആ പാവപ്പെട്ടവൻ ചോദിച്ചപ്പോ തന്റെ ഉമ്മ കൊടുത്ത മാല വരെ എടുത്തു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പായിപ്പാട് പള്ളിയുടെ ചാരത്ത് വന്നിരിക്കുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തുണ്ട് മോളെ മരിക്കാൻ?